ഹായ് നൻബാസ് ആൻഡ് നൻബീസ്. ദളപതി വിജയുടെ ഗോട്ട് കണ്ടു. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഡയറക്റ്റഡ് ബൈ വെങ്കട് പ്രഭു. ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. സോ 1 വീക്ക് കഴിഞ്ഞ് മിക്സഡ് റിവ്യൂസ് എല്ലാം അറിഞ്ഞതിന് ശേഷം ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയി കണ്ടതുകൊണ്ടാവാം എനിക്ക് ഈ പടം ഇഷ്ടമായി. പറ്റില്ലാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആവറേജ് മൂവി എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിജയ് തന്നെയാണ്. വിത്തൗട്ട് വിജയ് ഫിലിം ഈസ് എ ബിഗ് സീറോ. പക്ഷെ വിജയുടെ ആ ഒരു യങ് ക്യാരക്ടർ ഉണ്ടല്ലോ, ഡി ഏജിങ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിൻ്റെ എല്ലാം അടിപൊളിയായി, നല്ല രസമായി വന്നിട്ടുണ്ട്. വിജയ് നന്നായി ചെയ്തിട്ടുമുണ്ട്. അത് ടെക്നിക്കൽ വൈസും നമുക്ക് നല്ല പെർഫെക്ഷൻ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ബോത്ത് ദ ക്യാരക്ടേഴ്സ് ആർ റിയലി ഗുഡ്. രണ്ടും ഒരാളാണ് ചെയ്തതെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ഒന്നും ഞാൻ പറയില്ല, പക്ഷേ ബോറടിച്ചിരിക്കുന്ന സമയത്ത് വന്ന വിജയുടെ കൂട്ട് കണ്ടാലോ എന്ന് ചോദിക്കുന്നവരോട് കാണാൻ തെറ്റില്ലാത്തൊരു മൂവിയാണ് എന്ന് പറയാൻ പറ്റും. ഇതൊരു ആക്ഷൻ ഡ്രാമ മൂവിയാണ്, നോട്ട് ആൻ ആക്ഷൻ ത്രില്ലർ. ബട്ട് എന്നിരുന്നാലും ആദ്യാവസാനം വരെ ആ ഒരു ത്രില്ലിംഗ് എലമെൻ്റ് അവർ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. CG വർക്ക്സ് പല സ്ഥലത്തും പോരാ എന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ എല്ലാം തന്നെ CG വർക്ക്സിൽ എല്ലാം പെർഫെക്റ്റ് ആണ്. സോ വൈൽ കമ്പയറിങ് ടു ദാറ്റ് സിനാരിയോ ചില സ്ഥലത്തൊക്കെ CG വർക്ക്സ് കുറച്ച് ഡൗൺ ആയി നിൽക്കുന്ന പോലെ, നോട്ട് അപ് ടു ദ മാർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മൊത്തത്തിൽ പറഞ്ഞ ഒരു ആവറേജ് ഫിലിം എക്സ്പീരിയൻസ് ആണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. എനിവേ നിങ്ങളെല്ലാവരും സിനിമ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം സജസ്റ്റ് ചെയ്യാം. ഓക്കെ.